നല്ല റെയ്ബാൻ കണ്ണാടിയൊക്കെയാണ് മക്കളെ. ഞങ്ങൾ ഇവിടെ വന്ന് നിർത്തിയതാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഴിച്ചത് ഇവിടുന്നാണ്. സ്വിറ്റ്സർലൻഡ് ട്രിപ്പ് ഇന്നത്തോടുകൂടി തീരുവാണ്. നമ്മൾ ഇന്ന് തിരിച്ച് ഓസ്ട്രേലിയ ഗ്രാസിലോട്ട് പോവാണ്. സോ ഇന്നലെ നമ്മളിവിടെ ഇൻസ്ബ്രുക്കിൽ വന്നു. ഇവിടെ നമ്മളൊരു നൈറ്റ് സ്റ്റേക്ക് വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് അവിടെ നിന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ തിരിച്ച് നമ്മൾ സാൽസ്ബുർഗ് വഴിയാണ് പോകുന്നത്. സോ പോകുന്നതിൻ്റെ അവിടെ തൊട്ടടുത്ത് തന്നെ സെല്ലംസി എന്ന് പറയുന്ന ഒരു വലിയ ലേക്കുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പം ഒരുപാട് വെള്ളം കാണാൻ നടത്തില്ല, പക്ഷേ എങ്കിലും വെള്ളം കാണും. സോ നമ്മൾക്ക് അവിടെയും കണ്ട് നേരെ ഓസ്ട്രേലിയ പോവുക. അതിനുശേഷം നാളെ തൊട്ട് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പ്ലേസ് വരുവാണ്. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ കാണാം. എവിടെയാണെന്നൊക്കെ അമ്മ അച്ഛനൊക്കെ മൊത്തത്തിൽ മടുത്തെന്ന് തോന്നുന്നു. 5 ദിവസത്തെ സ്വിറ്റ്സർലൻഡ് ഇല്ല. എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് സെല്ലംസി കണ്ട് തിരിച്ച് വീട്ടിൽ പോകും. സോ ഇതൊരു ചെറിയ വ്ളോഗായിരിക്കും. സെല്ലംസിനെ പറ്റി മാത്രം കാണുന്ന ഒരു ചെറിയ വ്ളോഗ്. ഓക്കെ. ഈ ഒരു കാർ ഡ്രൈവ് നല്ലതായിരുന്നു കേട്ടോ. ഓസ്ട്രിയയുടെ പോർഷനിലുള്ള ആൽപ്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. അതേപോലെ നമ്മൾ ഗ്രാസിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലോട്ട് പോയ സമയത്ത് ഈ ഇലകളുടെ ഒന്നും കളറ് മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളിപ്പം തിരിച്ച് ഓസ്ട്രേലിയയിലോട്ട് പോകുമ്പം ഇലകളുടെ എല്ലാം കളറൊക്കെ മാറി പല തരത്തിലുള്ള കളേഴ്സാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എത്ര ഭംഗിയാണ് കാണാനെന്ന്. ഇതിന് മുന്നേ നമ്മൾ ഇൻസ്ബ്രുക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ ട്രെയിനാണ്. ആ സമയം നമുക്ക് ഈ റോഡ് ട്രിപ്പ് അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമുക്കിങ്ങനെ ആൽപ്സും മലകളും ഒക്കെ കാണാം. സ്വിറ്റ്സർലൻഡിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച മാക്രോൺസ് ഇപ്പോഴാണ് കഴിക്കുന്നത്. ഇത് ഒരുപാട് ദിവസം നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഒരു 3 ദിവസമേ നമ്മൾക്ക് സൂക്ഷിച്ച് വെച്ച് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ ഇത് കഴിക്കുവാണ്. പല ഫ്ലേവേഴ്സ് വാങ്ങിച്ചു. ഞാനൊന്നും കഴിക്കാൻ പോകുന്നു. നല്ല ടേസ്റ്റ് പോയാണ് വായിലിടുമ്പോഴേ നല്ല ടേസ്റ്റാണ്. ഹായ്, നല്ല വ്യൂ. എത്ര മണിക്കൂർ ട്രാവൽ ഉണ്ട് ഇൻസ്ബ്രുക്കിന്റെ ഗ്രാസ് വരെ? 5.5. അതിന്റെ മിഡിലാണ് നമ്മൾ ഈ സെല്ലംസി ഉള്ളത്. സോ നമ്മൾക്ക് എക്സ്ട്രാ ഡിസ്റ്റൻസ് ഒന്നും കവർ ചെയ്യണ്ട. ഇതുവരെ ഉണ്ടായിരുന്ന വീഡിയോസിലൊന്നും ഞാൻ കൂടുതലായിട്ട് റോഡ് ട്രിപ്പിൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ഓർത്തു ഈ വീഡിയോയിൽ കുറച്ച് കൂടുതൽ റോഡ് ട്രിപ്സ് ഇടാമെന്ന്. നമ്മൾക്കാണെങ്കിൽ ഈ സ്വിറ്റ്സർലൻഡും അതേപോലെ ഇനിയും വരാൻ പോകുന്ന ക്രൊയേഷ്യ ട്രിപ്പിലും ആകെ ഒരാളേ ഉള്ളൂ ഡ്രൈവ് ചെയ്യാൻ, കണ്ണന്. ഞാനിപ്പം കണ്ണൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് മടുത്തോ ഈ ഒരു റോഡ് ട്രിപ്പ്, ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്ത് ഒരാൾ ഡ്രൈവ് ചെയ്ത് വരുന്നത്? അപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീനറീസൊക്കെ കണ്ട് ഓടിക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്, അത്ര മടുപ്പേ തോന്നത്തില്ല എന്ന്. പിന്നെ നമ്മൾ മടുക്കുമ്പോഴെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഓരോ റെസ്റ്റ് സ്റ്റേഷനിലൊക്കെ നിർത്തി ഫുഡൊക്കെ കഴിച്ചാണ് പോവാറ്. ഈ കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മുന്നിൽ കാണുന്ന ആൽപ്സ് തൊട്ടടുത്തായി ഇപ്പം ചെന്നിടിക്കുമെന്ന്. ഒരു 3D ഇമേജ് പോലായിരുന്നു കേട്ടോ കാണാൻ. പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് സാൽസ്ബുർഗ്. നമുക്ക് കുറച്ചും കൂടെ ടൈം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ 1 ഡേ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടേ പോകത്തുള്ളായിരുന്നു. ഇത് കണ്ടില്ലേ, ചുറ്റിനും മലയും ഒക്കെ ആയിട്ട് ഇതിനൊരു പ്രത്യേക ഭംഗി. അതേപോലെ സ്വിറ്റ്സർലൻഡിൻ്റെ വേറൊരു പ്രത്യേക ഭംഗിയാണ്. അമ്മ ഭംഗി ആസ്വദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് കണ്ണൻ കുറച്ച് പേരൊക്കെ പറഞ്ഞു തന്നില്ലേ? അന്ന് പറഞ്ഞു എവിടെയൊക്കെ പോയെന്ന്. കേക്കത്തില്ല, തണ്ണതിൽ കൂടെ തണ്ണല്ല നമ്മള് ഇത് ചെയ്തു. ബോട്ട് സഫാരി ചെയ്തു. സ്ഥലങ്ങളുടെ പേരൊക്കെ ഓർക്കുന്നുണ്ട് ഏകദേശമൊക്കെ. പെൻസിലും കൊണ്ട് എഴുതിയിടണം. അച്ഛന്റെ നോട്ട്ബുക്ക് എടുത്താൽ മതി. അതെ, അച്ഛന്റെ നോട്ട്സിലെല്ലാം ഞാൻ
എല്ലാ സ്ഥലത്തിന്റെ പേരുണ്ട്. കാരണം എനിക്ക് വീഡിയോ ഉണ്ടാക്കുമ്പോഴും കുറച്ചൊക്കെ അച്ഛനെ നിന്ന് വാങ്ങിക്കേണ്ടിയിരിക്കുന്നു. 3 ബുക്ക് തീർന്നു. ദീപ് ഉറക്കം തുടങ്ങി എണീറ്റു. നമ്മളൊരു 3 മിനിറ്റ് കഴിയുമ്പം ZLMC എത്തും. നമ്മളിപ്പം കാർ പാർക്കിങ്ങിന്റെ അടുത്തോട്ട് പോവാണ്. എവിടാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന്. അതിനുശേഷം നമ്മൾ ZLMCയിലോട്ട് നടന്നു കാണും. അതെ, നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ZLMCയുടെ അങ്ങോട്ട് നടക്കുവാണ്. ഏതായാലും പാർക്കിംഗ് സ്പേസ് നമ്മൾക്ക് ZLMCയുടെ തൊട്ടടുത്ത് തന്നെ കിട്ടി. ദാ ഈ കാണുന്നതാണ് നമ്മുടെ ZLMCയിലുള്ള ZEL ലേക്ക്. സാൽസ്ബുർഗിലുള്ള ഒരു ടൗൺ ആണ് ZLMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടുത്തെ ലേക്കാണ് ZEL. അപ്പം അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല വെയിലുണ്ട്, ഇന്നത്തെ കാലാവസ്ഥ കൊള്ളാം. നമ്മൾ ഇവിടെ വന്നത് നന്നായില്ല. ലേക്കായിട്ടൊന്നും അങ്ങ് പോയില്ലല്ലോ. ഇല്ല, ഈ കാണുന്നതാണ് ZEL ലേക്ക്. നമുക്കിതിൻ്റെ ചുറ്റും നടക്കാൻ പറ്റും. ഇന്ന് സാറ്റർഡേ ഒക്കെ ആയതുകൊണ്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ പാർക്ക് പോലത്തെ സ്ഥലമുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള. ഈ വ്യൂവും കണ്ട് ഇങ്ങനെ ഈ സൈഡിലത്തെ ബെഞ്ചിലൊക്കെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ക്രൂസും ഉണ്ട്. അതെനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. അമ്മച്ചനൊക്കെ കുറച്ചുകൂടെ നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇന്ന് ഭയങ്കര വെയിലായിപ്പോയി. പക്ഷെ കൊള്ളാം, നല്ല കാലാവസ്ഥയാണ്. ഇന്നലെ നല്ല മഴയായിരുന്നു. നമ്മളവിടെ തിരിച്ചപ്പം റോഡ് ഫുള്ള് മഴയായിരുന്നു, വരുന്ന വഴിയല്ല. പക്ഷെ ഇവിടെ നല്ല വെയിലുണ്ട്, ചൂടുമുണ്ട്. എനിക്ക് തോന്നുന്നു 17 ഡിഗ്രി ആണെന്ന് തോന്നുന്നു. അതെ, 17 ഡിഗ്രിയാണ് ഇപ്പം. ഈ ക്രൂസിൽ ഇവിടെ ആണെങ്കിലും ടിക്കറ്റ് എടുക്കാം, അകത്ത് പേയ്മെന്റ് നടത്താം. എത്രയാണ്? 19 euros per person. കൊച്ചുങ്ങൾക്ക് ഹാഫ് പ്രൈസ്. അപ്പം അത് വേണ്ടവർക്ക് എടുക്കാം. 45 മിനിറ്റ്സ് നമ്മളെ ഈ ഒരു ZLMC കംപ്ലീറ്റ് റൗണ്ട് അടിച്ച് കാണിക്കും. നമ്മൾ ഓൾറെഡി തണ്ണിലൊക്കെ പോയതാണ്. പിന്നെ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോകുന്നതേ ഉള്ളൂ ZLMC കാണാൻ. നല്ല ലേക്കാണ്. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അമ്മയും അച്ഛനും കണ്ണനും ചേച്ചിയൊക്കെ ഇരിപ്പായി. ഫോട്ടോ എടുക്കുന്നതിന്റെ തയ്യാറെടുപ്പിലാണ് അമ്മയും അച്ഛനും എല്ലാരും. ചേച്ചിയും കണ്ണനും റെഡിയായി. നല്ല റെയ്മാൻ കണ്ണാടിയൊക്കെയാണ് മക്കളെ അമ്പലത്തിലെ ഉത്സവത്തിന് വെച്ച് പാടിക്കണത്. ഞങ്ങളപ്പോ ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി. ഇനി ഒരു 2 hours കൂടെ ഉണ്ട് നമ്മൾക്ക് നമ്മുടെ ഗ്രാസിലെത്താന്. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാം, ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു കടയാണിത്, മെഗ്ഡി. ഇതില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വിശന്ന് ചിലപ്പോൾ ചത്തേനെ. പക്ഷെ ഇത് എല്ലായിടത്തും ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഴിച്ചത് ഇവിടുന്നാണ്. പല പല ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ച് എല്ലാവരും എനർജി വീണ്ടെടുത്ത് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങും. ഇതായിരുന്നു ഞങ്ങളുടെ മെയിനായിട്ടുള്ള കട. സോ ഇനി നമ്മൾ തിരിച്ച് ഗ്രാസിൽ പോവാണ്. സോ ZLMCയുടെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾക്കിനി അടുത്ത ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. സോ ബൈ ബൈ. ഞങ്ങളിവിടെ ഇപ്പം ഒന്ന് നിർത്തിയതാണ്, ഒന്ന്
ഒന്നൊരു എനർജി കിട്ടാൻ, റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്കൊന്നും വേണ്ടേ? വേണ്ട, അമ്മയുടെ വയറ് നിറഞ്ഞിരിക്കുവാണ്. ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ട്രോബെറി ഷേക്ക് ഒക്കെ വാങ്ങിച്ചിരുന്നത്. അച്ഛൻ എന്നാ വെച്ചാൽ കട്ടൻ ചായ. ഇത് കണ്ടോ? ഒന്നിന്റെ എന്തോ പാലോ ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് പാല് വന്നിരിക്കുന്നു. പറ്റിച്ചു. പാലല്ലേ ഹോട്ട് ചോക്ലേറ്റ് എന്ത് പറ്റിയതാണ്? ഓ, അതിടാൻ തരാൻ മറന്നുപോയി. ഓക്കെ ഓക്കെ. കണ്ടോ, ഇവിടെ ഇംഗ്ലീഷ് പാട്ടാ. ഇതൊരു കുന്നിന്റെ മേളിലുള്ള മെട്ടി ആയതുകൊണ്ട് ആൾക്കാരും വരുന്നില്ല തോന്നുന്നു. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഗ്രാസിലേക്ക് യാത്ര തുടങ്ങി. ഇനിയും ഒരുപാട് വീഡിയോസ് അടുത്ത സ്ഥലത്തിൻ്റെയും അതേപോലെ ഗ്രാസിലേതും എല്ലാം വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. അൺടിൽ ദെൻ ബൈ ബൈ.